നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കണേ? നീ എന്തിനാടാ ഇവിടെ വന്ന് കിടക്കണേ? ഇവിടെ എന്തിനാ വന്ന് കിടക്കണേന്ന്? കാട്ടി പോവാൻ മേലേ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കണത്? അടി വേണോടാ? പറയടാ, അടി വേണോടാ? ഇച്ചി ചെറുക്കനാണ്, ഇച്ചി ആടാ. എത്ര തുടച്ച് വൃത്തിയാക്കിയാലും അവൻ ശരിയാവൂല. നാറ്റം തന്നെ. വേണ്ട, അവൻ്റെ കൈ ഉണ്ടോ? ഇതൊക്കെ മരുന്നിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവൻ കുറേ കഴിയുമ്പോൾ നക്കി മിനുക്കി എല്ലാം റെഡിയാക്കും. ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അതേപോലെ അയ്യോ, അതേപോലെ അവൻ്റെ കാലിൻ്റെ മുറിവുകളൊക്കെ കാണിക്കണം. വേണ്ടേ? കാലിൻ്റെ മുറിവുകളൊന്നും കാണിക്കണ്ടേ? ഏകദേശമൊക്കെ കരിഞ്ഞ് അത് നല്ല ദേഷ്യമുണ്ട്. ഇനി അവനെ കൂട്ടി കയറി പോകാനാണ്. അയ്യോ, കാലും എല്ലാം മുറിവൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വേറെ പൂച്ചകളൊക്കെ ഇവിടെ നോക്കിയിരിക്കണതുകൊണ്ട് കാണാണ്ട. അകത്തോട്ട് കയറണം. അവനെപ്പോഴും മരുന്നൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അവൻ ഉടനെ ഭക്ഷണം കഴിക്കണം. അതാണ് അവൻ്റെ സ്ട്രാറ്റജി. സ്ഥിരം പരിപാടി തന്നെ. ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഉടനെ അകത്താക്കിക്കൊള്ളണം, അല്ലെങ്കിൽ അവനത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തോ ഒരു നിർബന്ധമുള്ള അതുപോലെ. മരുന്ന് കഴിച്ച് നേരെ കൂട്ടിക്കറി ആദ്യം ചിക്കൻ കഷ്ണങ്ങൾ കടിച്ച് പറിക്കണം. അയ്യോ, ഇവനെ ഇനി നാളെ ആശുപത്രി കൊണ്ടുപോകണം. കുഞ്ഞുവിനെ ഇന്നലെ കൊണ്ടുപോയി. ലിയോപ്പിയ ഇന്ന് കൊണ്ടുപോയിട്ട് വന്ന്. ഇവിടെ കാണിക്ക്. ഇതാണ് ലിയോപ്പി ഇരിക്കുന്നതാണ്ടാ. ലിയോപ്പിയുടെ സൂത്രം എന്ന് പറഞ്ഞാൽ ലിയോപ്പിന്ന് അങ്ങറ്റം ഇങ്ങറ്റം മൂത്രം ഒഴിച്ച് കുളമാക്കി കേട്ടോ, പേടിച്ച്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയാൻ പോകണമെന്ന് വിചാരിച്ചിട്ടേ പേടിച്ച് തൂറി അത്രയും മൂത്രം ഒഴിച്ചു. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കൂടക്കകത്തുനിന്ന് വെളിയിലെടുത്തപ്പോൾ മൂത്രം ഇറ്റിറ്റ് വീണു. ജാക്കയാകെ മൂത്രം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. എന്നിട്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വഴി നീളെ ആട്ടോയിലെല്ലാം ഇരുന്നുകൊണ്ട് ഭയങ്കര നിലവിളിയല്ലേ എന്നുവെച്ചാൽ പേടിച്ചു പോയി ആൾ. അങ്ങനെ വീട്ടിൽ നിന്ന് ഒരിടത്തും പോകുന്നതല്ലല്ലോ. അപ്പോഴത്തേക്ക് അവൾ വിചാരിച്ച് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വഴി തള്ളിക്കളയാൻ വേണ്ടിയിട്ടോ മറ്റോ ആണെന്ന് പറഞ്ഞിട്ടേ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ കുറച്ചിങ്ങോട്ട് വന്നേക്ക്. പക്ഷേ കുഞ്ഞു അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഒരനക്കവും ഇല്ലായിരുന്നു. മര്യാദയ്ക്ക് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായത്. അങ്ങറ്റം ഇങ്ങറ്റവും നല്ല മൂക്കിട്ട് മുയലിനെ പോലെ ആക്കുന്നുണ്ട്. അങ്ങറ്റം ഇങ്ങറ്റം നല്ല അനുസരണയുള്ള കുട്ടിയായിട്ട് ഇരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ നേരത്തൊക്കെ ചെറുതായിട്ടൊന്ന് കിടത്തി. പക്ഷേ ലിയോപ്പി ആണെങ്കിൽ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ നേരത്തൊക്കെ കുറച്ച് കസർത്തൊക്കെ കാണിച്ച് പനി ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി തെർമോമീറ്റർ ചന്തിക്ക് കൊണ്ട് വയ്ക്കുമല്ലോ, അപ്പോഴത്തേക്കൊക്കെ കിടന്ന് പിടച്ച് ബഹളം കാണിച്ചു ലിയോപ്പി. പിന്നെ ഞങ്ങളൊരു പാടുപെട്ടിട്ടാണ് കൈയും കാലും എല്ലാം വലിച്ച് ഞെരിച്ച് വെച്ചിട്ട് ലിയോപ്പി അതെല്ലാം കഴിച്ച് കൊണ്ടുവന്നു. പിന്നെ ഡീവാമിങ് ചെയ്യാനുള്ള മെഡിസിൻ അവർ സിറിഞ്ചിലെടുത്ത് തന്നിട്ട് ലിയോപ്പി വാ തുറന്ന് വായിലോട്ട് ഒഴിക്കാനൊന്നും ഇതാക്കിയില്ല. ഇങ്ങനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വേണം കൊടുക്കാൻ. ഞങ്ങൾ ഇപ്പോഴായിട്ട് ആശുപത്രിയിൽ പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ലിയോപ്പി അപ്പി എല്ലാം ഒഴിച്ച് വച്ചിരിക്കുന്നതുകൊണ്ടേ, മുള്ളി വച്ചിരിക്കുന്നതുകൊണ്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നിട്ട് നല്ല കൊണ്ടുവന്നു. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് അറിയില്ല. നോക്കുകയാണ് രണ്ടുപേരും കൂടെ. ഇവിടെ കാണിക്കും. രണ്ടുപേരും കൂടെ ഇവ എന്തോന്ന് വേലത്തരം കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ ഇവിടെ എന്നിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തെ എന്ത് ചെയ്യണം? അവിടെ ഇരിടാ കുഞ്ഞപ്പം, അവിടെ ഇരി. ഇങ്ങോട്ട് ഇവിടെ വന്നേക്ക്. കുഞ്ഞുവിനിങ്ങനെ അകത്ത് കയറണമെന്നുണ്ട്. പക്ഷേ കുഞ്ഞു നിക്കറെല്ലാം ഊരിയിട്ടിട്ടാണ് ഇരിക്കുന്നത്. കുഞ്ഞു നിക്കറെല്ലാം ഊരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ലിയോ ഇരിക്കണുണ്ടാകുമ്പോൾ കുഞ്ഞു ഇരിക്കാൻ അങ്ങനെ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ ഇതിന് മുമ്പേ അകത്ത് കയറാനുള്ള അടിയിടുമായിരുന്നു. വെരി ഗുഡ്. ഓ എന്താ? ഓ
രണ്ടുപേരും മുകളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് യവനും ഒരു ലിയോ കണ്ടപ്പോൾ അവൻ്റെ ഒരു ഇത് കണ്ട അമ്മേ ഓ ഓ കുഞ്ഞു അവിടെ ഇരിക്കും. കുഞ്ഞുവിന് അല്പം കഴിഞ്ഞിട്ട് വരാം, വൃത്തിയാക്കിയിട്ട്. അവിടെ ഇരിക്കും കഥ ഉറക്കിട്ട്. എന്തേ ഓ ഓ ഓ ഓ എന്താണ് ഓ ഓ ഇത് വേറെ നീ വിചാരിക്കുന്ന ആളൊന്നുമല്ല ഇത് വേറെ ലിയോപ്പിക്ക് ഇപ്പോഴാണ് മരുന്ന് കൊടുത്തത്. ഡിവാമിങ്ങിൻ്റെ മെഡിസിൻ ഇപ്പോഴാണ് കൊടുത്തത്. മരുന്ന് കൊടുത്തതിന് പകരമായിട്ട് ലിയോപ്പി കയ്യിൽ 2 കോറൽ കോറി തന്നു. കുഞ്ഞ് പോയി അങ്ങനെ നിൽക്കുകയാണ്. ഒരു ഉമ്മ കൊടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ലിയോപ്പി ഇതാ താഴെ ചാടി. കുഞ്ഞും ഇതാ പുറകെ വന്നു. അകത്തോട്ട് കയറി അങ്ങും കട്ടിൻ്റെ അടിയിലോട്ട് പോയി. ലിയോ അമ്മ കട്ടിൻ്റെ അടിയിലോട്ട് പോയി. ലിയോപ്പിക്ക് മരുന്ന് കൊടുക്കണം കൊണ്ട് കുഞ്ഞൂട്ടൻ പേടിച്ചൊരു മൂലയ്ക്ക് വന്ന് കിടക്കുകയാണേ. എന്താ അവനിവിടെ വന്ന് അങ്ങ് സെറ്റായി. ലിയോ അടിയിൽ പോയി ഒളിക്കുകയും ചെയ്ത്. ഇനി ബാക്കി കുറച്ച് ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ പറയാം. കുഞ്ഞുവിൻ്റെ ബുക്കാണ്. വാക്സിൻ എടുക്കാനും മറ്റുമൊക്കെ ആയിട്ടൊരു ബുക്ക് തന്ന്. ഇതാണ് ഇത്. ഇതവിടെ അടയ്ക്കാനുള്ള പൈസ 100 രൂപ അടയ്ക്കുന്നത്. പിന്നെ അതല്ലാതെ ഞാനിതിന് ലിയോ എന്ന പേര് മാറ്റിയായിരുന്നു. ആദ്യം എല്ലാവരും ഇതിനെ ലില്ലി എന്നായിരുന്നേ വിളിച്ചത്. ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവളെ ബുക്കിൽ എഴുതേണ്ട ലില്ലി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലില്ലി എങ്കിൽ ലില്ലി, അല്ലെങ്കിൽ പില്ലി, ഏതായാലും ആയിക്കൊണ്ടോട്ടെ. പിന്നെ അവിടെ നമ്മൾ അടയ്ക്കുന്നത് 100 റുപ്പീസും അല്ലാതെ വാക്സിന് 700, അങ്ങനെയാണ് റേറ്റ്. 2 പേർക്കും അപ്പോൾ ഓരോ ബുക്കായി. ഇനി മറ്റേ ആളിനെയും കൂടെ നാളെ കൊണ്ടുചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ഉന്മേഷമാണ് വാക്സിനൊക്കെ എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. എനിക്കതിന് സംശയം. ഗവൺമെൻറ് ആശുപത്രി എന്ന് പറയുന്ന ഗവൺമെൻറ് ആശുപത്രിയിലുള്ളവർക്ക് വലിയ ഉത്തരവാദിത്വമൊന്നും കാണത്തില്ല കേട്ടോ. നമ്മൾ വേണമെങ്കിൽ കൊണ്ടുവന്ന് എടുക്കണം, എടുത്താൽ കൊള്ളാം, എടുത്തില്ലെങ്കിലും കൊള്ളാം. പക്ഷേ അതിനൊക്കെ എടുപ്പിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ തോന്നും എന്തെങ്കിലും കമ്മീഷനോ മറ്റോ ഉണ്ടാവുമോ, അങ്ങനെ തോന്നിപ്പോവും. എന്താണോ ഏതാണോന്നൊന്നും അറിയില്ല. ലിയോപ്പിയെ പരിശോധിച്ചിട്ട് പറഞ്ഞ് ലിയോപ്പിക്ക് നല്ല വളർച്ചയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടി വിറ്റാമിനൊക്കെ സിറപ്പൊക്കെ എഴുതി തന്നു. അതുപോലെ തന്നെ കുഞ്ഞുവിനും എന്നും മൾട്ടി വിറ്റാമിൻ കൊടുക്കാൻ പറഞ്ഞ്. അതുപോലെ തന്നെ നമ്മളെ മറ്റേ കേറ്റില്ലേ പട്ടി അടിച്ചു കൊണ്ടുവന്ന അവനും 2 മാസത്തോളം അവൻ്റെ ബ്ലഡ് ലെവല് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് 2 മാസത്തോളം മരുന്ന് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി അവനും അസുഖം ഭേദമായതിനു ശേഷം അതും വാക്സിൻ എടുക്കണമെന്ന് തോന്നുന്നു. എല്ലാം കൊണ്ട് നല്ല സമയം തന്നെ. ഇവർ മാത്രമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മറ്റേതും കൂടെ വന്നതുകൊണ്ട് അതിന് മരുന്നൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ വായിൽ നിന്നിങ്ങനെ ഒരുമാതിരി എന്താ പറയുക, മൂക്കള പോലെ ഇങ്ങനെ മൂക്കിൽ നിന്ന് വരണ പോലെയല്ലേ പ്രോബ്ലമെന്നിങ്ങനെ വലിച്ചിറങ്ങി തറയിലെല്ലാം വീഴും. അപ്പോൾ പിന്നെ ഇവർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അത് കയ്യിലിരുന്ന കാശ് പോയാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. ആയുസ്സെങ്കിലും തിരിച്ച് കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. ഹോസ്പിറ്റലിലൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളതും കാര്യങ്ങളൊക്കെ ലിയോ അവിടെ കാണിച്ചു കൂട്ടിയ കുറച്ച് ഇതൊക്കെ എല്ലാമൊക്കെ ഞാൻ ചെറിയ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇന്നത്തെ വീഡിയോ. കണ്ടൻറ് ഇല്ലെങ്കിൽ ഇരുന്നോട്ടെ ഒരു കണ്ടൻറ് അത്ര തന്നെ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടൻറ് വരുമ്പോൾ നമുക്ക് കണ്ടൻറ് ചെയ്യാം. ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള കണ്ടൻറ് വെച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുക തന്നെ. ഇത് ഹോസ്പിറ്റലിനുള്ളിലാണ്. ബാഗിൻ്റെ ഇടയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ലിയോക്ക് ഞാൻ ഭയങ്കര പേടി. കൊണ്ടുപോയ ആ ബാഗ് അത് കൂടയ്ക്കകത്തെല്ലാം മുള്ളിയിട്ടുണ്ട്. ഭയങ്കര സ്മെല്ല്. പിന്നെ ആൾ ഇറങ്ങി ഓടാനൊക്കെ നോക്കും.
അവളെ എവിടെ കൊണ്ട് കളയാൻ പോകുന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ തോന്നിയിട്ടാണ് കരച്ചിലും ബഹളവും. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്, അവിടെ വേറെ ഡോഗ്സ് എല്ലാം കാറ്റ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്താ ഏതാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇറങ്ങി ഓടാനും നോക്കും. ഇതൊക്കെ അവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവന്ന ആടുകളാണ്. ഇതൊരു ഷിസു പപ്പി. പിന്നെ അത് വഴിക്ക് വന്നപ്പോഴത്തേക്ക് ഒരു കിളി കൂട് വച്ചിരിക്കുന്നുണ്ട് പള്ളിയിൽ. പിന്നെ ഇതൊരു അവിടെ ക്ഷേത്രത്തിലെ വല്ല ഉത്സവമൊക്കെ ഉത്സവത്തിന് കൊണ്ടുപോകുന്നതാണോന്ന് അറിയില്ല. നമ്മൾ ലിയോപ്പി കഥയിലിരിക്കും. ഇതോടെ വീഡിയോ ഇവിടെ